ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കുക അല്ലടാ. എന്താ അറിയാത്തതിനെ പോലെ നീ എന്നെ അറിയില്ലല്ലേ? ഒന്ന് കുളത്തി തകഞ്ഞൻ ഇങ്ങനെ കൊറേ നേരമല്ലേ തല്ലണം. കാര്യം എന്താ വെച്ചാ പറ. കാര്യം എന്താണെന്ന് അറിയില്ലല്ലേ? നീ അറിയാതാണോ അവള് ഗർഭിണിയായത്? ചില്ലിക്കാശിന് വകയില്ലാതെ ഇപ്പോഴും തന്തയുടെ ചെലവിൽ കഴിയുന്ന തന്തയാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ എന്റെ ഭാര്യയല്ലേ, അയൽപക്കത്തെ പെണ്ണൊന്നുമല്ലോ. തോന്യാസം കാണിച്ചിട്ട് നിന്ന് ചിലയ്ക്കുന്നോ? സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ് കെട്ടിക്കൊണ്ട് വന്ന് ഞാൻ ക്ഷമിച്ചു. മനസ്സ് നീറുകയായിരുന്നു, എന്നിട്ട് സഹിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അവളോട് വേഗം റെഡിയാൻ പറ, ആശുപത്രി പോണം. അത് തീരുമാനിക്കേണ്ടത് എന്റെ അച്ഛനല്ല. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ. ഞാൻ തീരുമാനിക്കും. കുറെ ഞാൻ ക്ഷമിക്കണം. ഇത് പറ്റില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, നിങ്ങളല്ല. എന്റെ കൺമുമ്പിൽ കണ്ടുപോലും എന്റെ വീടാ. എന്റെ ചെൽപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി ഇവിടെ. നോക്കി നിൽക്കാണ്ട് ഇറങ്ങി പോടാൻ നായ. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നായ നിങ്ങൾക്ക് ആവശ്യം, അതെന്റെ മകനല്ല. അങ്ങനെ ഒരു നായായിട്ട് ഇവിടെ കിടക്കാൻ ഇനി എന്നെ കിട്ടില്ല. വേണ്ട, ഇറങ്ങി പോടാ. ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചോളാം. ഇറങ്ങി പാടി നിന്ന് പോങ്ങാതെ. ഞാൻ വഴിയുള്ള ബന്ധം നീ ഇവരും തമ്മിലുള്ളൂ. അത് ഇന്നു പോലും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞിനെ വേണ്ടാത്ത ഈ വീട്ടിൽ ഞങ്ങളും വേണ്ട. വാടി. ഓട്ടടി. നശിക്കാനുള്ള ജന്മങ്ങൾ നശിച്ചേ തീരൂ. ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ? കുട്ടേട്ടന് എന്തെങ്കിലും ഒരു ജോലി കിട്ടണവരെ നമുക്ക് അവിടെ താമസിക്കാം. എന്നിട്ട് വേണം അച്ഛന് കൈകൊട്ടിച്ചിരിക്കാൻ. സ്വന്തം വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ അഭിമാനി അച്ഛ വീടിന്റെ അടുക്കളയിലെ താമസം എന്ന് പറയിപ്പിക്കാൻ. അതിന് എന്നെ കിട്ടൊന്നുമില്ല. വാശിയുള്ള അച്ഛന്റെ മോൻ തന്നെ ഞാനും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രാത്രിയാവുന്നതിന് മുമ്പ് നിന്നെ സുരക്ഷിതമായ സ്ഥലത്താക്കുക. എവിടെ? ഇവിടെ അടുത്ത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. അവിടെ നീ സേഫ് ആയിരിക്കും. അതിന് ജോലിയുള്ളവർക്കല്ലേ അവിടെ അഡ്മിഷൻ കിട്ടൂ. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ അതല്ലല്ലോ പ്രധാന പ്രശ്നം. കല്യാണം കഴിഞ്ഞവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിനിപ്പോ ഇന്നു മുതൽ ഹോസ്റ്റൽ ജീവിതം കഴിയുന്നവരെ ഭൂമിയിലെ മാലാഖമാരായ കന്യാസ്ത്രീകൾക്ക് മുമ്പിൽ ഈ മാലു എന്റെ സഹോദരിയും ഞാൻ നിന്റെ സഹോദരനുമാവുന്നു. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ മോളെ. ഇനി ആ താലിമാല കൂടി ഊരിക്കോ. താലി ഞാൻ ആരും കാണാതെ നോക്കിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല. ഹോസ്റ്റലിലെ ഡെപ്പോസിറ്റും റെന്റും മെസ്സും എല്ലാം കൂടി കയ്യിലുള്ളതുകൊണ്ടൊന്നും മതിയാവില്ല. 1-2 ആഴ്ചക്കുള്ളിൽ എന്തായാലും ഇത് വെക്കേണ്ടി വരും. എന്നാ പിന്നെ അതിപ്പോ തന്നെ ചെയ്യാം. ഊരിതാ. പരീക്ഷയിൽ ജയിക്കാൻ അമ്മ സരസ്വതിയുടെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കെട്ടിത്തന്ന ചരട. ഇത് താലി ചരടാക്കാം. അന്ന് കല്യാണത്തിന് താലി കെട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് മനസ്സമാധാനത്തോടെ ഈ ശുഭമുഹൂർത്തത്തിൽ കടലമ്മയെ സാക്ഷി നിർത്തി ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഐ എം സോറി. പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് മദർ. മദർ ഈ കുപ്പായം ഊരി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാഖമാർ ഞങ്ങളെ കൈവെടിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക്
ബോർഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതാ ഇവക്ക്. പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ YMCA താമസിപ്പിച്ചാനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ റൂമില്ല. വരൂ മാലതി. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലെങ്ങാനും പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതില് തുറക്കാൻ പോവാ. തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാം. ഉവ്വ. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ട് തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ആ സിസ്റ്റർ, ഈ കുട്ടിയെ വാസന്തിയുടെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കോളൂ. വരൂ. പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഏട്ടൻ നാളെ രാവിലെ വരാം.